കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഇരുവർക്കും കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന വിശേഷ തലയിലപ്പറമ്പിലെ എൻ്റെ യാത്രയും ഇവിടുത്തെ പ്രാർത്ഥനകളും എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. വളരെ ശക്തമായ വചന വെളിപ്പാടുകൾ കർത്താവ് തരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് എനിക്ക് പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അത് സ്തോത്രം അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അഭിവൃദ്ധിക്കും ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർധനവിനും ആത്മീയ നിറവിനും അത് കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള സമയങ്ങൾ അധികം നമ്മുടെ മുൻപിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. സാധാരണ നമ്മൾ പറയുന്ന പോലെ ഇനി അധിക കാലമില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ദൈവവചനത്തിൻ്റെ നല്ലൊരു ഭാഗം വചനങ്ങൾ പ്രാവചനിക വചനങ്ങളാണ്. ഉപദേശങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, പിന്നെ മറ്റു വിവിധ നിലയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. A to Z വരെയുള്ള ലോകത്തിൻ്റെ സൃഷ്ടി ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ വിഷയങ്ങളും വളരെ മനോഹരമായി ആലേഖനം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇതിൻ്റെ പ്രവചനങ്ങൾ അടുക്കി വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രവചനങ്ങളെ പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാകും ഇനി അധിക കാലമില്ല. അതിന് കർത്താവ് പറഞ്ഞ ഒരു ഉപമ എന്താണ്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കും. അതിൻ്റെ ഇല തളിർത്തും വേനലടുത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവായെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അത്തി തളിർത്തോ? തളിർത്തു. 47-48 കാലഘട്ടങ്ങളിൽ 1947-48 കാലഘട്ടത്തിൽ അവർ രാഷ്ട്രം സ്ഥാപിച്ചു. ഇന്ന് ലോകത്തിലെ 190, 180, 200ഓളം രാജ്യങ്ങളുള്ളതിൽ അതിശക്തമായ ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ നിലകൊള്ളുന്നു. അത് തന്നെ അതിൻ്റെ ആ വചനത്തിൻ്റെ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ഒരു നിവൃത്തിയാണ്. അതി തണുത്തു. അങ്ങനെ കർത്താവിൻ്റെ ഒരു വാതിക്കൽ ഇനി അതവിടെ നിൽക്കട്ടെ. ലോകം ഒരു പ്രത്യേക വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആമുഖം പറഞ്ഞിട്ടാണ് മെസ്സേജിലേക്ക് വരുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ, ഇസ്രയേലാണ് നമുക്ക് ദൈവ മക്കൾക്ക് തന്നിരിക്കുന്ന കലണ്ടർ. ഇസ്രയേലിൻ്റെ ചരിത്രങ്ങൾ, അവരുടെ ഉത്ഭവം, അതായത് രാഷ്ട്രം സ്ഥാപിച്ചു അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും അടുക്കടുക്കായിട്ട് അവരുമായിട്ട് ഉള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുക. അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞാലും അധികം വൈകാതെ അമേരിക്ക പോലും അവരെ കൈവിടുന്നൊരു സന്ദർഭം വരാൻ പോവുകയാണ്. അമേരിക്ക എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവരെ കൈവിട്ട് അവരൊറ്റയ്ക്കാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളിൽ ഇവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാജ്യം ഇപ്പോഴത്തെ രാജ്യത്തിലെ പാർസികളാണ്. അത് ഇറാനാണ്. അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെതിരെ ഘോരമായ യുദ്ധത്തിന് വഴി തെളിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വഴി തെളിയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കും. അത് മഹോദ്രവ കാലത്താണ് സംഭവിക്കുന്നത്. വിഭിന്ന അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ചെങ്കിലും വസ്തുനിഷ്ഠമായി നമ്മൾ പഠിക്കുമ്പോൾ മഹോദ്രവ കാലത്താണ് യഹൂദിനെതിരെ ഇസ്രായേലിനെതിരെ ഗോഗുമാഗോഗ് നേതൃത്വത്തിൽ വലിയ യുദ്ധത്തിന് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി, കാര്യങ്ങളെല്ലാം വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു. അധികം താമസിക്കാതെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കർത്താവ് ഫോക്കസ് ചെയ്യുന്ന പുതിയ നിയമസഭയാണ്. നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു, നമ്മൾ ഉണർന്നിരിക്കുന്നു, നമ്മൾ സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുമോ, ആത്മീയ വർധന പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കർത്താവ് നമ്മളെക്കുറിച്ച് വീക്ഷിക്കുന്നു. നമ്മളത് ചെയ്യുന്ന നിലവാരത്തിലാണെങ്കിൽ കർത്താവിൻ്റെ ഒരു വരവിൽ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപക്ഷെ കൈവിടപ്പെട്ടു പോകും. ഇനി അടുത്തൊരു പ്രധാന വിഷയം, ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തെ
ഇനിയിപ്പോൾ 200ഓളം രാഷ്ട്രങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുക. 200 രാഷ്ട്രത്തലവന്മാർ ഈ രാജ്യങ്ങളെ മുഴുവൻ ഓരോ രാജ്യങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിവിദൂര ഭാവിയിൽ കർത്താവ് സഭയെടുത്തു കഴിഞ്ഞാൽ ഒരു ഏകലോക ഗവൺമെന്റിലേക്കും ഒരു ഏകലോക നേതാവിലേക്കും ഭരണങ്ങൾ മാറ്റപ്പെടും. വചനത്തിൽ തെളിവുകളുണ്ട്, ശക്തമായ തെളിവുകളുണ്ട്. അങ്ങനെ ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റുകാർക്ക് എത്രത്തോളം ആ വിഷയത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ അതിൻ്റെ അണിയറയിൽ ഒരു ഏകലോക ഗവൺമെന്റ് വരുവാൻ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭരണ സംവിധാനം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതും ഒരു പ്രവചന നിവൃത്തിയാണ്. അടുത്തത്, കർത്താവിന്റെ വരവിൽ നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ യേശുക്രിസ്തുവിന്റെ കിരാത ഭരണത്തിന്റെ കീഴിൽ കൈവിടപ്പെട്ടു പോയ വിശ്വാസികൾ എന്ന് പറയുന്ന ഞാൻ കൈവിടപ്പെട്ടു പോയ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ ലോകത്തുള്ള ലോക മനുഷ്യരെല്ലാം ഈ യേശുക്രിസ്തുവിന്റെ കിരാത ഭരണത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമരുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം ശക്തമായി വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നമ്മുടെ മുൻപിലുള്ള സമയം, നമുക്ക് ഒരുങ്ങാനുള്ള സമയം പോലും ഇല്ല. അതുകൊണ്ട് ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രവൃത്തി പുസ്തകത്തിലെ ഒരു വാക്യം, ഗലീല പുരുഷന്മാരെ, ബാക്കി പറഞ്ഞോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഗലീല പുരുഷന്മാരെ ആകാശം മുഴുവൻ പറയാം. ഉദ്ദേശിമാരിത് പറയണം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അടുത്ത, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പറഞ്ഞ ബാക്കി പോയതുപോലെ തിരികെ വരും. ഇത് മറ്റുള്ളവരോട് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ സാധനം വേണ്ടേ? പ്രവൃത്തി പുസ്തകം. അപ്പോ അത്രത്തോളം കാര്യങ്ങൾ യേശു പോയതുപോലെ തിരികെ വരുമെന്ന് കർത്താവ് പറഞ്ഞു. ലോകത്തിലെ ഒരൊറ്റ വ്യക്തി മാത്രമേ ഞാൻ പോയതുപോലെ തിരികെ വരുമെന്ന് പറഞ്ഞു. ബാക്കി ആരും പോയതുപോലെ അവർക്ക് അറിയത്തില്ല എവിടെയാണ്. അത് നമുക്കറിയാം. നമുക്കറിയാം, ക്രിസ്തുവിൽ മരിച്ചവർ വിശ്രമ സ്ഥലത്തേക്കും അല്ലാത്തവർ എന്ത് ചെയ്യും? യാതൊരു സ്ഥലത്തേക്കും പോയി. ധൈര്യമായിട്ട് പറയാൻ നമുക്ക് കഴിയണം ഇതൊക്കെ. സ്തോത്രം. അപ്പൊ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു ചിന്ത കർത്താവ് ഹൃദയത്തിൽ തന്നത്, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള ആയുസ് എത്രയാ? അജിബാസ് എന്ന് പറഞ്ഞു 70-80. കറക്റ്റ്, 100 മാർക്ക് തന്നേക്കും. 70-80 ഈ ഭൂമിയിൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ചിലർ പറയായിരിക്കും, പാസ്റ്റേ 105 വയസ്സ് വരെ ബംഗ്ലാദേശുകാരൻ ജീവിച്ചിരുന്നു. ഓക്കെ, നല്ല കാര്യം. മറ്റു പലരൊക്കെ ജീവിച്ചിരുന്നു, നല്ല കാര്യം. 105 ആയാലും 115, 115 ബംഗ്ലാദേശുകാരൻ, അതിൽ ഒരു കോട്ടെ 130 ആയിക്കോട്ടെ, എന്നാലും മരിക്കേണ്ടത് മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് മോശയുടെ പ്രമാണം എടുക്കാൻ 70-80 സംവത്സരം ജീവിക്കാൻ അനുവാദമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ എവിടെ ആയിരിക്കും? ഒന്ന് പറഞ്ഞേ, കണക്കൂട്ടിയൊക്കെ ഒന്ന് പറഞ്ഞേ. ഒന്നുകിൽ യാതനാ സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കർത്താവുമായിട്ടുള്ള ആ സന്തോഷത്തിന്റെ തിമിർപ്പിൽ നമ്മളായിരിക്കും. ഈ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയുള്ള മാർമിക വിഷയങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ട് അതിനനുസരിച്ച് ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. സ്തോത്രം. യാതൊരു ഭൗതിക നന്മ ആഗ്രഹിച്ചല്ല ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. തീർത്തങ്ങോട്ട് പറയാം. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്തോത്രം. പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാനത് ചിലരോട് പറയാൻ തീർന്നു. പണത്തിന് വേണ്ടിയല്ല, ഭൗതികത്തിന് വേണ്ടിയല്ല, കാര്യം നടത്താനല്ല. ഈ ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം, അതിന്റെ അവസാന ഭാഗത്തുണ്ട്. അത് ശുശ്രൂഷ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കാര്യങ്ങളെല്ലാം തിരിഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിന്റെ വെളിപ്പാടിനെ കുറിച്ചും കർത്താവിന്റെ വരവിനെ കുറിച്ചും ഒരുങ്ങേണ്ട വിഷയങ്ങളെക്കുറിച്ചും പ്രസംഗിക്കാൻ അധികം ആൾക്കാരില്ല. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. തന്നിമിത്തം ദൈവസഭ, ദൈവജനം കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ മറന്ന് ഈ ലോകത്തിൽ മിഗ്ലിയിൽ ഇഴുകി ചേർന്ന് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് കിട്ടിയ വെളിപ്പാടാ ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഞായറാഴ്ച ശുശ്രൂഷിക്കാൻ കിട്ടിയ വചനഭാഗം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായമാണ്. യാക്കോബ് 4:4 ആരെങ്കിലും ഒന്ന് കാണാതെ പറഞ്ഞേ. ഈ പാസ് ഞങ്ങളെയൊക്കെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്നു. വെള്ളം കുടിപ്പിക്കല്ലേ, ആ ഉള്ള കാര്യം എന്ന് പറഞ്ഞേ. യാക്കോബ് 4:4 കർത്തൃവേല ചെയ്യുന്നവരും
വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് നമ്മൾ. അപ്പൊ നമ്മളത് പറയണം. അല്ല, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. എന്റെ മുന്നേ ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിൽ പിടിക്കപ്പെട്ടു. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. എന്നിലൊത്തിരി ലോകസ്നേഹമുണ്ട്, എന്നിലൊത്തിരി ജഡസ്നേഹങ്ങളുണ്ട്, എന്നിലൊത്തിരി ഈ ലോകത്തിന്റെ പറ്റുമാനങ്ങളുണ്ട്. എന്നോടുകൂടി കർത്താവ് പറഞ്ഞു, അത് വിട്ടേ മതിയാകൂ. സ്തോത്രം. പൗലോസ് പറഞ്ഞു, യേശുക്രിസ്തുവിനെ പോലും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. ജഡബന്ധങ്ങൾ എനിക്ക് വിഷയമല്ല. നമുക്കിപ്പോൾ നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, അവരൊക്കെ വലിയ വലിയ എന്തോ മഹാസംഭവമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നല്ലതാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം. അതിനേക്കാൾ ഉപരി കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ദൈവവചനം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നു. ഒരു പരീക്ഷന്മാർ യേശുവിനോട് പറഞ്ഞു, സ്തോത്രം, ഏറ്റവും മുഖ്യ കൽപ്പന ഏത്? എന്താ പറഞ്ഞു കർത്താവ്? എന്നിട്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്നുള്ളതും, അടുത്ത നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പോ സ്നേഹമാണ് ഏറ്റവും പ്രധാനം. അത് ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം, ദൈവവചനത്തെ സ്നേഹിക്കണം, പ്രമാണത്തെ സ്നേഹിക്കണം, ദൈവരാജ്യത്തെ സ്നേഹിക്കണം. ദൈവരാജ്യത്തെയും ദൈവത്തെയും ദൈവവചനത്തെയും ദൈവമക്കളെയും സ്നേഹിക്കുമ്പോൾ നമ്മൾക്ക് ആത്മീകരായിട്ട് ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുഹോര പറഞ്ഞ സമയം കളയുന്നില്ല. ഏകദേശം ഒരു 10 മിനിറ്റാണ് മുഹോരവിന് വെച്ചേക്കുന്നത്. ഇപ്പോൾ 11 ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്ന ഒടുവിൽ, എന്റെ സഹോദരന്മാരെ, ആമേൻ, മതി, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, അടിയനോട് സംസാരിക്കണമേ. ഈ പ്രിയ കർത്താവിന്റെ ദാസന്മാരുടെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോട് സംസാരിക്കണമേ. വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും സ്വർഗം സംസാരിക്കണം. ഈ അന്ത്യകാലത്ത് തങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ അപ്പോസ്തലന്റെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ വ്യാപാര ശക്തികളെയും, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ വചനത്തിന്റെ ഏകാഗ്രതയിൽ നിന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടപ്പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരുക്കമുള്ള ഹൃദയമായി ദൈവസന്നിധിയിൽ ഇരുന്ന് വചനങ്ങൾ ഏറ്റെടുത്ത് 30, 60, 100 മേനി ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വിളയുവാൻ സ്വർഗം കൃപ നൽകണം. സർവമഹത്വവും പിതാവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. മൺമയമുലകിൽ കാൺമതുമായ വിൺമഹിമാദന സുഖങ്ങൾ സകലതുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളവാട് പൂക്കളെ പോലെ ധാന്യം, ധനം, ലാഭം, കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 70 7 80 മാത്രം നീളുമായോ സാധു നിലച്ചാൽ കഷ്ടത മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വായിച്ച വേദഭാഗം ഒന്നുകൂടി ഞാൻ വായിക്കുന്ന ഒടുവിൽ, എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിന്. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ പഠനം ഒരു സംക്ഷിപ്ത രൂപമായി ഇന്ന് പലക്കാലം ചില മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ പഠിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട നിലം പോലെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ പകർന്നുകൊണ്ട് നമുക്ക് ദൈവത്തിലായിരിക്കും. ആദ്യത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കും. നമുക്കറിയാം, ഇന്ന് സന്തോഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സ്തോത്രം മാധ്യമങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഫോണ് തന്നെ. സന്തോഷിക്കാൻ കണ്ടെയ്നർ കണക്കിന് വിഷയങ്ങൾ അതിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ അതിനൊരു അറുതി വരുത്തുവാൻ ഇന്ന് പലക്കാലം ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്, കർത്താവിൽ സന്തോഷിക്കുന്നവരാണ്. കർത്താവിൽ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? എങ്ങനെ കഴിയും കർത്താവിൽ സന്തോഷിക്കാൻ? കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി ഓർത്ത് സന്തോഷിക്കാൻ കഴിയും.
നമുക്ക് കിട്ടുന്ന രൂപാന്തര ശരീരമോർത്ത് സന്തോഷിക്കാൻ കഴിയും. നമുക്ക് കിട്ടുന്ന 1000 ആണ്ട് വാഴ്ചയോർത്ത് സന്തോഷിക്കാൻ കഴിയും. നമുക്ക് കിട്ടുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയിലെ കർത്താവിനോടുള്ള വാസമോർത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. സന്തോഷത്തെക്കുറിച്ച് പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ പറയുന്ന 1-2 സ്റ്റേറ്റ്മെന്റ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അത് വേഗത്തിൽ നമുക്കൊന്ന് ധ്യാനിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. സ്തോത്രം. അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിലിപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നവ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അങ്ങനെ കാണുവാൻ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. അടുത്ത വാക്യം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പറയാൻ പോവുക. ഒരുമിച്ച് പറയാം. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു വാക്യം വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പത്രോസ് അപ്പോസ്തലനാണ് എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷയിൽ മുൻപിൽ നിൽക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണെങ്കിലും ദൈവമാക്കി വെച്ച, ഡയറക്റ്റ് ആക്കി വെച്ച പത്രോസ് അപ്പോസ്തലൻ പറയുക, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. എവിടെ കിട്ടും ദൈവം? എവിടെ കിട്ടും? പറ, എവിടെയെങ്കിലും കിട്ടുമോ? ഏതെങ്കിലും രാജ്യത്ത് കിട്ടുമോ? ഇന്നത്തെ എന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞെട്ടിപ്പോകരുത്. ഏതെങ്കിലും ഒരു കൂട്ടായ്മയെ കിട്ടുമോ നമുക്ക് ഈ പറഞ്ഞു തീരാത്തത് മഹിമയുള്ള സന്തോഷം? ദൈവസന്നിധിയിൽ നമുക്ക് കിട്ടും. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സന്തോഷം നമുക്കുണ്ട്. അത് പ്രാപിക്കുന്ന ദൈവമക്കൾക്കാണ് സ്വർഗത്തിൽ ചെന്ന് സന്തോഷിക്കാൻ കഴിയുന്നത്. അവിടെ നിത്യ സന്തോഷമാണ്. യെശയ്യാവ് പറയുന്നത് നിത്യാനന്ദം അവിടെ തലമേൽ ഉണ്ടായിരിക്കും. അത് ആർക്കാ? ഈ ഭൂമിയിൽ ദൈവവചനം അനുസരിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. അടുത്ത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതാണ് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം. ആ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. ആ സന്തോഷത്തിലാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. ആ സന്തോഷമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? കർത്താവിൽ സന്തോഷിപ്പിനെന്ന് പറഞ്ഞാൽ അതാണ് ആ സന്തോഷം. ഇത്തിരി വിഷയങ്ങൾ ഇതിൽ ഉള്ളടക്കം ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുക. അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. 2-ാമത്തെ വാക്യം ഫിലിപ്പിയ ലേഖനം 3:2. സ്വത്രം മതി. അപ്പൊ അടുത്ത 2-ാമത്തെ വാക്യം നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ മതി ഞാൻ പറഞ്ഞോളാം. അതായത് നമ്മൾ വേദപുസ്തകം വായിച്ച് പഠിക്കുമ്പോൾ ഒരു ലേഖനം മൊത്തമായിട്ട് പഠിക്കുക ചെയ്യും. ഇപ്പോൾ സജി ബ്രദർ ഏതെങ്കിലും കാരണവശാൽ ഗൾഫിൽ ജോലിക്ക് പോയി, വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരി ഒരു ലെറ്റർ എഴുതി. സജി ബ്രദർ ലെറ്റർ എഴുതി കഴിഞ്ഞ് ഒരു A4-ന്റെ 2-3 പേജ് ഷീറ്റ് കൊണ്ടുവന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ തീരത്തില്ല. കാരണം അങ്ങനെയൊക്കെ കുടുംബകാര്യങ്ങൾ അതിൽ നിന്നൊക്കെ എഴുതി A4 1, 2, 3 പേപ്പർ എഴുതി. സജി ബ്രദറിന് അവിടെ സത്ത് കിട്ടി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പേജ് എടുത്ത് വായിച്ചിട്ട് പിന്നെ എടുത്താൽ കളയോ? കംപ്ലീറ്റ് ഭാര്യ എഴുതിയത് എന്തൊക്കെയാണെന്ന് വായിച്ചു മനസ്സിലാക്കി ഗ്രഹിക്കാൻ ഇടയായിത്തീരും. അപ്പോഴാണ് പ്രിയ ഭാര്യ തനിക്ക് കൈമാറ്റം ചെയ്യുന്ന മെസ്സേജിന്റെ പൂർണ്ണരൂപം തനിക്ക് കിട്ടുന്നത്. അതുപോലെ ഈ പുതിയ നിയമസഭയുടെ ലേഖനങ്ങൾ ദൈവത്തിന് മനുഷ്യനോടുള്ള ഉപദേശങ്ങളാണ്, പ്രമാണങ്ങളാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എടുത്തു പറയുമ്പോൾ സമയം പോകും. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളും. അപ്പൊ അവർ വാക്കിനാൽ ലേഖനത്താൽ തന്നത് പുതിയ നിയമസഭയുടെ പ്രമാണമാണെന്ന് വിശുദ്ധന്മാർ, ശുശ്രൂഷകന്മാർ നന്നായി ഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ പുതിയ നിയമത്തിന് പ്രാധാന്യം കൊടുക്കും. കർത്താവ് വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം, അപ്പോസ്തലന്മാർ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം കർത്താവ് അവരെ ഏൽപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ ആ വ്യവസ്ഥ പ്രകാരം കർത്താവ് അപ്പോസ്തലന്മാരെ വചനം ഏൽപ്പിച്ചു. ഇനി കർത്താവിനെ ആര് വരവേൽപ്പിച്ചു വചനം? പറയാമല്ലോ ആർക്കെങ്കിലും? പിതാവാം ദൈവം. ഒരു വാക്യം നമുക്ക് അതിനു വേണ്ടി ഒന്ന് വായിക്കാം, വാക്യസഹിതം. കാരണം നമുക്കിത് അറിയാമെങ്കിലും ഇത് യൂട്യൂബിലൊക്കെ പോകുന്നതുകൊണ്ട് ഇത് മറ്റുള്ളവർ ഇത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ, അവർക്കും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ഞാൻ വായിക്കുന്നു. 12-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 47 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു.
എൻ്റെ വചനം പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ സ്തോത്രം, ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കും. ഇപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് കർത്താവിൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടല്ല പോയതെന്ന് ദൈവസഭ നന്നായിട്ട് മനസ്സിലാക്കണം. പിതാവ് തനിക്ക് കൊടുത്ത വചനങ്ങൾ പുത്രനെ ഏൽപ്പിച്ചു. പുത്രൻ അത് ആർക്ക് കൊടുത്തു? അപ്പോസ്തലന്മാർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു. പ്രസംഗം പറയുമ്പോൾ എപ്പോഴും വചനം തന്നെ പറയണം. പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചൊരു ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. അപ്പൊ ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ നമ്മളെടുത്തൊന്ന് അപഗ്രഥിച്ച് പഠിച്ചു നോക്കിയാൽ അതിലൊന്നും വചനങ്ങളില്ല. കാറ് തരും എന്ന് പറഞ്ഞാൽ അത് വചനമാണോ? വീട് തരും എന്ന് പറഞ്ഞാൽ അത് വചനമാണോ? ഊതുമ്പോൾ 4 കരണം അറിയുന്നത് അത് വചനത്തിന്റെ അവസ്ഥയാണോ? ഒന്നുമല്ല. കുറെ ചിരി ശർദ്ദൽ ഇതൊക്കെ വചനമാണോ? അല്ല. ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വാരിക്കോരി തരുമെന്ന് പറയുന്ന വചനമാണോ? വചന വിരുദ്ധമാണത്. കുഞ്ഞുങ്ങളെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് വചനമാ. സ്തോത്രം. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളെ കാൽച്ചൂട് പിന്തുടരുന്ന ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അത് വചനമാ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം തന്നെ സഭയിൽ പ്രസംഗിക്കപ്പെടണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്തോത്രം ആദരാഞ്ജലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസ്തമിച്ചു പോയിരിക്കുന്നു. എൻ്റെ മുൻപിലിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിദാസന്മാരോട് ഇന്ന് പൽക്കാലം ഞാൻ ശക്തമായ ആത്മാവിൽ പറയുന്നു, നമ്മൾ ദൈവവചനം പ്രസംഗിച്ച് സഭയെ നടത്തണം. അത് ക്രിസ്തുവിന്റെ പ്രമാണം തന്നെ ശക്തമായി പ്രസംഗിക്കപ്പെടണം. അല്ലെങ്കിൽ മറ്റു പ്രയോജനമില്ലവർക്ക്. സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ പറയുന്നു, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. സ്തോത്രം. നായ്ക്കളെ സൂക്ഷിക്കുക. ആരാണ് ഈ നായ്ക്കൾ? എടുക്കാം നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ മറന്നുപോയെങ്കിൽ നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്താനാണ് ഞാനിപ്പോൾ കർത്താവിൽ ശരണപ്പെടുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ അത് തന്നെ, ആ ഭാഗം തന്നെ. 56-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യം ഞാൻ തന്നെ വായിക്കാം, സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട്. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഓമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അപ്പൊ നായ ആരാണെന്ന് മനസ്സിലായല്ലോ. ദൈവസഭയെ സൂക്ഷിപ്പാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്തോത്രം ഒരു സൂക്ഷിപ്പുകാരനാണെന്നാ. അതിവിടെ യെശയ്യാവ് അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അവരെല്ലാവരും ഒട്ടഴിയാതെ താൻ്റെ വഴിക്കും ഓരോരുത്തൻ താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. നായ്ക്കൾ എന്താ ചെയ്യുക? ശുശ്രൂഷ ലാഭക്കച്ചവടമാക്കി ശുശ്രൂഷ നോക്കി എടുത്തിരിക്കുക. വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ നടക്കാം എന്നവർ പറയുന്നു. എന്തൊരു കൂട്ടുപാസ്റ്റർ തിരുവനന്തപുരത്ത് ഒരു കർത്താവിന്റെ ദാസനുണ്ട്. അദ്ദേഹം അച്ഛനായിരുന്നു. അവരെ ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാരെല്ലാം കൂടി ചേർന്നൊരു ഒരു കൂടലുണ്ട്. കൂടൽ വിദേശ മദ്യങ്ങൾ കോഴിയിറച്ചിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നല്ല പുഷ്ടിയായിട്ട് കഴിച്ച് മദ്യപിച്ച് സല്ലപിക്കുന്ന ഒരു പതിവുണ്ടത്രേ. അപ്പൊ നമ്മുടെ ഈ പാസ്റ്റർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷനായതുകൊണ്ട് സ്തോത്രം, അതിനു മുൻപ് പുള്ളിയെ വിളിക്കുമ്പോഴും പുള്ളി പോകത്തില്ല. കാരണം എന്താ? പുള്ളിയുടെ ഉള്ളിൽ ഈ ചിന്ത കിടക്കുക, ഞാനൊരു കർത്താവിന്റെ വേലക്കാരൻ. ഇപ്പൊ അച്ഛന്റെ കുപ്പായി വിട്ടവനാണെങ്കിലും ലോകം കാണുന്നത് ദൈവദാസനാണെന്നാണല്ലോ. അപ്പൊ ആ നിലയിൽ പുള്ളിക്ക് ഉള്ളിലൊരു ചിന്തയുണ്ട്, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പാപമാണ്. ഇപ്പൊ നമ്മൾ വായിച്ച അവസാനത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ നടക്കാമെന്ന് പറയുന്നു. ഈ സാമുദായിക പെന്തക്കോസുകളിൽ മാത്രമല്ല മദ്യപാനമുള്ളത്. നിങ്ങൾ ചിന്തിച്ചോണം. ഇന്ന് നമ്മുടെ പെന്തക്കോസ് സമൂഹങ്ങളിൽ പോലും മദ്യപാനം എന്ന കൊടിയ വിപത്ത് കുടിയേറിയിരിക്കുകയാണ്. നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞതാണെന്ന് തോന്നുന്നു,
വിദേശ രാജ്യത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ UK-യിലോ നെതർലൻഡിലോ അതുപോലെയുള്ള ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ചർച്ചുകളിൽ നമ്മൾ കയറുന്ന സമയത്ത് കല്യാണ സമയത്ത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് തരും. അത് ചിലർക്ക് അവരുടെ ആസ്തി അനുസരിച്ച് ഗ്രേപ്പ് ജ്യൂസ് ആയിരിക്കാം, ആപ്പിൾ ആയിരിക്കാം, ലെമൺ ആയിരിക്കാം, മറ്റേതെങ്കിലും ഫ്രൂട്ട്സിന്റെ ജ്യൂസുകളായിരിക്കും. ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് അനുസരിച്ച് നമുക്ക് എടുത്ത് കുടിക്കാം. അതുപോലെ ചർച്ചിൽ ചെല്ലുമ്പോൾ ലെമൺ ജ്യൂസും ബ്രാൻഡിയും വിസ്കിയും ബിയറും റമ്മും ഒക്കെ വെച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. കാലം എവിടെ പോയി? കാലം അവിടെ നിൽക്കുന്നു. പണ്ട് ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സമയത്ത് വിശ്വസിച്ചു മദ്യപാനം എന്നുള്ളത് ബന്ധുക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഞാനത് തിരുത്തി. കാരണം നമ്മളെപ്പോലെയുള്ള ചർച്ചുകൾ അല്ലെങ്കിലും അതൊരു പെന്തക്കോസ് ചർച്ചുകളാണ്. പലരും യൂറോപ്യൻ ചർച്ചുകളൊക്കെ ആയിട്ടുള്ളത് പെന്തക്കോസ് ഡോക്ടറാണ് അവർ ഉപയോഗിക്കുന്നതൊക്കെ. അവിടെ പോലും ഈ വിഷയം കടന്നുകൂടിയിരിക്കുന്നു. സ്തോത്രം. യെശയ്യാവ് എന്താ പറഞ്ഞത്? വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെ നടക്കാം. ഈ സഭായം കഴിഞ്ഞാൽ അടുത്ത സഭായത്തിനും വീട്ടില് ചില വീടുകളിലൊക്കെ മദ്യപാനം സമ്മതിക്കത്തില്ല, ഭാര്യമാരും സമ്മതിക്കത്തില്ല, ദർശനമുള്ളവർ. അപ്പൊ അച്ഛൻ എന്തിരിക്കുക? അടുത്ത ഞായറാഴ്ച നോക്കിയിരിക്കുക സഭായത്തിന് പോകാൻ. എന്തിനാ? അവിടെ പോയിട്ട് അവിടെ പുള്ളിക്കാർ പറയില്ല, പുള്ളിക്കാർ കയറിപ്പോ ഞാൻ പുറകെ വന്നായിരിക്കും. ഒരു 2 കപ്പൊക്കെ എടുത്ത് വീശിയിട്ട് കയറി ചെന്നിരുന്ന് 2 അല്ലേലിയും പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പാട്ടും പാടി പ്രാർത്ഥിച്ച് പാസ് പറയുന്ന ഉപദേശമൊക്കെ കേട്ടിട്ട് പോരും. പിടിവീടും 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 മദ്യപാനി ദൈവരാജ്യം. ഇത് പറയാനാ പാസ് എന്നെ വെച്ചേക്കുന്നത്. ധൈര്യത്തോടെ ഒന്നും ആരും പറയത്തില്ല. കാരണം ചക്രം നോക്കി ആരും ഒന്നും ഉപദേശമൊന്നും പറയത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചക്രം എന്നുള്ളത് വിഷയമല്ല, പറയുക എന്നുള്ളതാണ്. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ജനത്തോട് പറയാന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് സത്യവേദ പുസ്തകത്തിൽ വളരെ ശക്തമായി എഴുതി വെച്ചിരിക്കെ നമ്മുടെ നേതൃത്വ നിരകളിൽ 1% എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. ഞാൻ ഈ കുറ്റപ്പെടുത്തുന്ന എല്ലാവരെയും അല്ല കേട്ടോ. ഒരു ചെറിയ ശതമാനം ഈ ലോകത്തിന്റെ സകല മ്ലേച്ഛതകളും പ്രവർത്തിക്കുന്നവർ സഭയിൽ കൂടിയിട്ടുണ്ട്, കടന്നു കൂടിയിട്ടുണ്ട്. അവരിൽ ഒരു ഗ്രൂപ്പാണ് പൗലോസ് എടുത്തു കാണിച്ച നായ്ക്കളെ. നായ്ക്കൾ സൂക്ഷിക്കണം. അവരെ നായ്ക്കളെ സൂക്ഷിക്കണം. വിച്ഛേദനക്കാരെ സൂക്ഷിക്കും. ആരെ വിച്ഛേദനക്കാർ? പാസ്വേഡാണ് ചോദ്യം ചോദിക്കാൻ എനിക്ക് നിയോഗം. ആരെ വിച്ഛേദനക്കാര്? പരിച്ഛേദന പ്രസംഗിക്കുന്നവര്, പഴയ നിയമം പ്രസംഗിക്കുന്നവര്, വിച്ഛേദനക്കാർ സൂക്ഷിച്ചോണം. അവര് കടപറച്ചുകളെയും. എന്റെ പ്രസംഗം എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തതെന്നറിയോ? ഉള്ളതുപോലെ തുറന്നു പറയുന്നു. ഗലാത്യർ 4:16 സിസ്റ്റർ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു. പെട്ടെന്ന് വായിച്ചു കേൾപ്പിച്ചു. 4:16. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു ശുദ്ധീകരണത്തിലേക്ക് ദൈവസഭ കടന്നു വന്നു. 4:16. പൗലോസിനെ ഏറ്റവും സ്നേഹിച്ച ഒരു സഭയാണ് ഗലാത്യ സഭ. പക്ഷെ ആ സഭ എടുത്തവർക്ക് വായിക്കാം. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി, സത്യം പറഞ്ഞ ശത്രുവായി പോയോ? വേണ്ട അത് മതി. നമ്മുടെ മീറ്റ ഭാഗം മതി. ശത്രുവായി പോയോ? എന്താ കാര്യം? ശത്രുവായ കാരണം എന്താ? അതിന് മുമ്പുള്ള ഭാഗം വായിക്കാൻ സമയമില്ല, പറഞ്ഞു പോകാം. നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് തരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്ന പൗലോസ് പറയുന്നുണ്ടല്ലോ. വായിക്കണ്ട, സമയമില്ല. കണ്ണ് ചൂന്നെടുത്ത് തരാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. ആർക്ക്? ഗലാത്യ സഭയ്ക്ക്. അങ്ങനെ ഇരിക്കെ ഞാൻ നിങ്ങളോട് സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയി. മക്കളെ, സത്യം പറയുമ്പോൾ നമ്മളെ ശത്രുക്കളായിട്ട് ആരെയും കാണരുത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ആത്മാവിന്റെ വിടുതലിന് വേണ്ടിയാണ് ദേവദാസന്മാർ സത്യം പറയുന്നതെന്ന് മനസ്സിലായിക്കൊള്ളാം. ഗലാത്യ സഭയിലെ ഒരു പ്രധാന വിഷയം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ വിഷയത്തിലെ ഒരു പ്രധാന ഭാഗം, പത്രോസ് ഒരു തെറ്റ് ചെയ്തു. എന്താ തെറ്റെന്നുള്ളത് അറിയാമോ? എല്ലാവർക്കും അറിയാമോ എന്താ തെറ്റെന്നുള്ളത്? പത്രോസ് ചെയ്ത തെറ്റെന്താ? പറഞ്ഞോ, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞോ. ജാതികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. യഹൂദ ക്രിസ്ത്യാനികൾ വന്നപ്പോ കിറിയൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ഞാനൊന്നും കഴിച്ചില്ല. പൗലോസ് എന്താ ചെയ്തു? 14 വാക്യം വായിച്ചാൽ മതി. ഗലാത്യർ 2:14. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് എല്ലാവരെയും കേൾക്കെ കേഫാനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല, ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ
നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിപ്പാൻ മതി ഒരൊറ്റപ്പിടുത്തം. ആരാണ് പത്രോസ്? പത്രോസ് ആരാ? മറക്കൽ ക്രൂസൈഡിന്റെ അഗ്രഗണ്യൻ. പ്രവൃത്തി പുസ്തകം പഠിക്കുമ്പോൾ പത്രോസിന്റെ ഷാഡോ തട്ടി രോഗികൾ സൗഖ്യമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരുത്തൻ അവിടെ ഇരുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല, നിനക്കുള്ളത്. നമുക്കിപ്പോ വെള്ളിയും പൊന്നും വന്ന് കയറി. എവിടെ നിന്ന് വന്നു? നമ്മുടെ പൂച്ചാന്താടി വെച്ച കുറെ പാസ്റ്റർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രസംഗിക്കാൻ നേരത്ത് പറയുന്ന ഒരു വാക്കിതാണ്, പേഴ്സ് കൊണ്ടുവന്നില്ലേ, സാരമില്ല. പണം കയ്യിലില്ലേ, സാരമില്ല. കാലേ കിടക്കുന്നത്, കഴുത്തേ കിടക്കുന്നത്, നാക്കേ കിടക്കുന്നത്, മൂക്കേ കിടക്കുന്നത്, കാലേ കിടക്കുന്നത് എല്ലാം ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളും. ഇതെവിടെ നിന്ന് വന്നു? ഇത് മറ്റൊരു സുവിശേഷം, ഇതിന്റെ പിന്നിൽ മറ്റൊരു ആത്മാവ്. ഹല്ലേലൂയ. ഇവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തു. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുണ്ട്. എന്താണ് നിനക്ക് തരാനുണ്ട്? കർത്താവിൽ നിന്നുള്ള സൗഖ്യം, വിടുതൽ, യേശുവിന്റെ നാമത്തിൽ നടക്കാന്ന് പറഞ്ഞു. അവരെഴുന്നേറ്റ് അവൻ നടന്നിരുന്നു. അതിനോടനുബന്ധിച്ചുണ്ടായ ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ 3-4-5 അധ്യായങ്ങളിൽ കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഈ ആകാത്ത വേല ആരാ? ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും തന്നിരിക്കുന്ന വചനങ്ങൾ, പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ, അത് അതിൻ്റെതായ നിലയിൽ അതേപടി പ്രസംഗിച്ച് കേൾപ്പിക്കാതെ അവരവർക്ക് തോന്നിയ പോലെ ചെയ്യുന്നവരെല്ലാം ആകാത്ത വേലക്കാരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.